ഇങ്ങനെ അത്തപ്പൂവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീട്ടിൽ മാവേലി വരുമെന്നെ മുത്തശ്ശി പറഞ്ഞിട്ടുള്ളത്. ആ ചട്ടി മന്ദാരം തുളസിരിപ്പിച്ച ഗമാലകൾ ചർത്തി തിരുവോണത്തപ്പ നിന്നെ കാണി കാണണം ബോലോ അയ്യോ പാട്ട് പറ ഓണം വന്നേ ഓണം വന്നേ ഓണം വന്നേ. എടാ പ്രകാശൻ, പി പ്രകാശൻ. എടാ നമ്മുടെ പ്രച്ഛന്നം പ്രകാശൻ അവൻ തന്നെ. ഏതാണ്? എടാ കഴിഞ്ഞ ക്രിസ്മസിന് സാന്താക്ലോസ് ആയിട്ട് വന്നിട്ട് ഇവിടുത്തെ ഏരിയയിൽ മൊത്തം മോഷണം നടത്തിയാരാ? യവൻ ആൾമാറാട്ടത്തിന്റെ ഉസ്താദാണ് ഇവൻ. നീ കുറെ ആയിട്ട് ജയിലിലായിരുന്നല്ലോ, നീ ഇപ്പൊ പുറത്തിറങ്ങി. ഇറങ്ങി അതൊക്കെ ഡിസംബറിൽ പണ്ട്. ഇപ്പം പുതിയ ഉദാരം ഞാവേലി നന്നായിട്ടുണ്ട്. അല്ല പണിയെടുത്ത് ചോദിച്ചോടാ. പിന്നെ പൊളിക്കുന്നു. ഓണാശംസ പറയാനായിരിക്കും. എടാ ഹലോ, എടാ ഹാപ്പി ഓണം. അതല്ല എടാ, നിന്റെ ഒപ്പം ഒരു ചെറുക്കനില്ല, കിരണില്ലേ? എടാ അവൻ ഇവിടെ നാട്ടായി പിടിച്ചേ കെട്ടിയിട്ടേക്കണ മാല മുടിച്ചെന്ന് പറഞ്ഞിട്ട്. മാലേ എവിടെ? ഇവിടെ പോലീസ് വിളിക്കുന്നൊക്കെ പറയണ്ട്. എടാ പോലീസ് ഒന്നും വിളിക്കുന്നില്ല, ഞങ്ങൾ ഇപ്പൊ വരാം. നീ കിടന്ന് ചേട്ടാ എന്താ ചെറുതിനെ കെട്ടിട്ടേക്കും? എന്താ പറ്റുന്ന മുറ്റത്ത് കളിച്ചോണ്ടിരുന്ന കൊച്ചിന്റെ മാലയും പൊട്ടിച്ച് ഓടാൻ നോക്കിയാ പിന്നെ വിളിച്ച് അവത്തിരിച്ച് ചേട്ടാ ഇവൻ വാഴയില മുറിക്കാൻ വന്നാണ്. പിന്നെ നട്ടുച്ചയ്ക്ക് കത്തിയും കൊണ്ട് മതിലിയാടിയാണല്ലോ വാഴയില പറിക്കാൻ വരുന്നത്. മിണ്ടരുത് നീ, മര്യാദക്ക് മാല തോപ്പിക്കോ അല്ലെങ്കിൽ ഇടിച്ച് ഞാൻ നിന്നെ തോറ്റിക്കും. ഞാൻ വന്ന ചേട്ടൻ കണ്ടോണ്ട് പിടിച്ചു നിർത്തിയവനെ. ചേട്ടൻ സമൂഹത്തിന്റെ ഒക്കെ ഒരു പോക്ക്. ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നു ഇപ്പൊ എന്തോ ചെയ്തേനെ. അവർക്കൊക്കെ വല്ല പണിയെടുത്ത് ജീവിക്കരുത്. പോലീസിനൊന്നും വിളിക്കണ്ട, രണ്ടടി കൊടുത്ത് വിട്ടാ പോരെ. ഇന്നലൊരു ചെറുപ്പക്കാരനല്ലേ. പിന്നെ എനിക്ക് ഇവിടെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല, എനിക്ക് അത്യാവശ്യം ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചേട്ടൻ ശരിയാവില്ല, പോലീസ് പോരും, സാക്ഷി പറയണം. പോലീസ് സ്റ്റേഷനിൽ ഞാൻ വരാം, സത്യം വരണം. അപ്പൊ ശരിയെന്നാ ഞാൻ പോയേക്കുവാ. ഇത് മറ്റേ ബോലോത്താരല്ലേ? പ്രച്ഛന്നം പ്രകാശൻ. പ്രകാശ